സിറോ മലബാർ കത്തോലിക്ക സഭയ്ക്ക് തെറ്റി. ട്രൂത്ത് റിവീൽഡ് ഫോർ പബ്ലിക് അവെയർനെസ് ബൈ കേട്ടില്ലേ കോട്ടയത്തൊരു ഫാമിലി ചാനൽ. സിറോ മലബാർ കത്തോലിക്ക സഭയ്ക്ക് തെറ്റി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു പാശ്ചാത്യ സുറിയാനി സഭ അല്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു പൗരസ്ത്യ ഓർത്തഡോക്സ് അഥവാ സത്യ സുറിയാനി സഭ ആണ്. മിയാഫസൈറ്റ് ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ഉറവിടം സിറോ മലബാർ കത്തോലിക്ക സഭ പറയുന്നത് പോലെ അന്ത്യോക്യയിലെ പാശ്ചാത്യ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ അല്ല, മറിച്ച് അലക്സാൻഡ്രിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ ആണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സ്ഥാപിതമായത് 1912 അല്ല, AD 52 1912 എന്നത് നെസ്റ്റോറിനിസമിലേക്കോ ബൈസൻ്റൈൻ ഓർത്തഡോക്സിയിലേക്കോ ഡയാഫിസൈറ്റ് കാത്തലിസിസമിലേക്കോ തിരിയാഞ്ഞതും അന്ത്യോക്യൻ വൽക്കരിക്കപ്പെടാഞ്ഞതും തരിസായി അഥവാ മിയാഫിസൈറ്റ് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചതും പിന്നീട് യുദ്ധത്തിൽ നാമാവശേഷമായതുമായ പുരാതന കിഴക്കൻ സെല്യൂഷ്യയിലെ പൗരസ്ത്യ തരിസായി അഥവാ ഓർത്തഡോക്സ് അഥവാ സത്യ സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലേക്ക് പുനഃസ്ഥാപിച്ച വർഷം മാത്രമാണ്. ദേവലോകം പള്ളി സ്ഥാപിതമായത് 1950-കളിലാണ്. അതിനു മുൻപ് കാലാകാലങ്ങളിൽ നിരണം പള്ളിയും സിറോ മലബാർ കത്തോലിക്കർ 1663 പറമ്പിൽ പള്ളിവീട്ടിൽ ചാണ്ടി കത്തനാർക്കും കടവിൽ ചാണ്ടി കത്തനാർക്കും വേങ്ങൂർ ഗീവർഗീസ് കത്തനാർക്കും ഒപ്പം പിരിഞ്ഞുപോയി വേറെ സഭ സ്ഥാപിച്ചപ്പോൾ കത്തോലിക്ക മിഷണറിമാരുടെ സഹായത്തോടെ പിടിച്ചെടുത്ത പല പള്ളികളും പിന്നീട് പരുമലപ്പള്ളിയും ശേഷം പഴയ സെമിനാരിയും കഴിഞ്ഞ് 1950-കളിൽ മാത്രമാണ് ദേവലോകം അരമനപ്പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആസ്ഥാനമാകുന്നത്. അതുകൊണ്ട് തന്നെ 1912 കഞ്ഞിക്കുഴി മെത്രാൻ കക്ഷി ട്രസ്റ്റ് സഭ എന്ന വാദം തികച്ചും പൊള്ളയാണ്. പിന്നെ 1934 ഭരണഘടനയുടെ 1-ാം വകുപ്പിൽ പാത്രിയർക്കീസിന് കൊടുക്കുന്ന പ്രധാന മേലധ്യക്ഷൻ എന്ന സ്ഥാനം ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ് അഥവാ സമന്മാരിൽ മുൻപൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. 1-ാം വകുപ്പിൽ പറയുന്ന വിഭാഗം എന്നതിൻ്റെ അർത്ഥം കാറ്റഗറി എന്ന് മാത്രമാണ്. 2-ാം വകുപ്പിൽ പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ AD 52 മോറാൻ ഈശോ മിശിഹായുടെ ശിഷ്യൻ മാർത്തോമാ ശ്ലീഹായാൽ മലങ്കരയിൽ സ്ഥാപിതമായതും പൗരസ്ത്യ ഓർത്തഡോക്സ് അഥവാ സത്യ സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് അഥവാ സത്യ സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കയും ആകുന്നു എന്നാണ്. മലങ്കര സഭയെ വെറും ഒരു പാശ്ചാത്യ സുറിയാനി സഭയായി തരംതിരിക്കുന്നത് ചരിത്രപരമായ അപൂർണതയാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ആരാധനാക്രമത്തിലെ സങ്കലനം. വിശുദ്ധ കുർബാനയിൽ മാർ യാക്കോബിൻ്റെ തക്സയുടെ പാശ്ചാത്യ സുറിയാനി തർജ്ജമ അഥവാ വെസ്റ്റേൺ സിറിയക് ട്രാൻസ്ലേഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ പൗരസ്ത്യ സുറിയാനി ഈസ്റ്റേൺ സിറിയക് അഥവാ പേർഷ്യൻ പ്രാർത്ഥനകളും ഗീതങ്ങളും വലിയ തോതിൽ സ്വാംശീകരിച്ചിട്ടുണ്ട്. നോമ്പിലെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് മലങ്കര സഭയുടെ ഔദ്യോഗിക നാമങ്ങളിലും രേഖകളിലും പൗരസ്ത്യ ഓർത്തഡോക്സ് സത്യ സുറിയാനി സഭ എന്ന പ്രയോഗം കാണാം. ഇത് സഭയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെയും ഈസ്റ്റ് ഓഫ് ദ റോമൻ എംപയർ പേർഷ്യൻ സഭയുമായി ഉണ്ടായിരുന്ന പുരാതന ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. യാക്കോബായ സഭ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന 2002 യാക്കോബായ സുറിയാനി സഭയുമായുള്ള വ്യത്യാസം. അന്ത്യോക്യൻ പാത്രിയർക്കീസിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ഈ വിഭാഗത്തെ, അതായത് യാക്കോബായ സഭ എന്ന് വിശേഷിപ്പിക്കുന്നവരെ പാശ്ചാത്യ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്ന് വിളിക്കുമ്പോൾ സ്വയംഭരണാധികാരമുള്ള ഓട്ടോസെഫാലസ് മലങ്കര സഭ അതിൻ്റെ പൗരസ്ത്യ മാർത്തോമൻ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്നു. തെറ്റായ ലേബലുകൾ. സിറോ മലബാർ സഭയുൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പലപ്പോഴും മലങ്കര സഭയെ അഥവാ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പാശ്ചാത്യ സുറിയാനി എന്ന് വിളിക്കുന്നത് ലിറ്റർജിയിലെ സാങ്കേതികത മാത്രം നോക്കിയാണ്. എന്നാൽ സഭയുടെ ആത്മാവ് പൗരസ്ത്യമാണ്, ഈസ്റ്റേൺ ഇൻ സോൾ
എന്ന വസ്തുത അവർ പലപ്പോഴും വിസ്മരിക്കുന്നു. ചുരുക്കത്തിൽ, കൽദായ സഭയെപ്പോലെ തന്നെ ഭാരതീയവും പൗരസ്ത്യവുമായ അടിത്തറയുള്ള എന്നാൽ ഓർത്തഡോക്സ് വിശ്വാസം മുറുകെ പിടിക്കുന്ന സഭയാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സത്യ സുറിയാനി മാർത്തോമ നസ്രാണി സഭയായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു പാശ്ചാത്യ സുറിയാനി സഭയോ പാശ്ചാത്യ സുറിയാനി ഓർത്തഡോക്സ് സഭയോ അല്ലെങ്കിൽ വെസ്റ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഒന്നും അല്ല. മറിച്ച് ഒരു പൗരസ്ത്യ ഓർത്തഡോക്സ് സത്യ സുറിയാനി സഭ, അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് ആണ്. 1653 കൂനൻകുരിശ് സത്യം കഴിഞ്ഞ ഉടനെയോ 1665 അല്ല മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആദ്യമായി പാശ്ചാത്യ സുറിയാനി ഉപയോഗിക്കുന്നത്. 1653 കൂനൻകുരിശ് സത്യത്തിന് ശേഷവും, വ്യക്തമായി പറഞ്ഞാൽ 1876 മുളന്തുരുത്തി സുന്നഹദോസിന് മുൻപ് വരെയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാർ ആദായി, മാർ മാരി എന്നിവരുടെ പൗരസ്ത്യ സുറിയാനിയിലുള്ള വിശുദ്ധ കുർബാനക്രമവും ഒപ്പം ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ മാർ യാക്കോബിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വിശുദ്ധ കുർബാനക്രമവും ആണ് ഉപയോഗിച്ചത്. 1876 അന്നത്തെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് പൗരസ്ത്യ സുറിയാനി നിർത്തലാക്കിയിട്ട് പകരം ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഗ്രീക്ക് ഭാഷയിലുള്ള മാർ യാക്കോബിൻ്റെ വിശുദ്ധ കുർബാനക്രമത്തിൻ്റെ പാശ്ചാത്യ സുറിയാനി പകർപ്പ് ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പൗരസ്ത്യ സുറിയാനി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ പോർച്ചുഗീസുകാരെ പോലെ അന്ത്യോക്യക്കാരും തങ്ങളെ നെസ്റ്റോറിയൻ പാഷാണ്ടർ എന്ന് വിളിക്കും എന്ന് മനസ്സിൽ കണ്ട മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അന്ന് ആ പാശ്ചാത്യ സുറിയാനി തർജ്ജമ സ്വീകരിക്കുകയും മാർ ആദായ്, മാർ മാരി എന്നിവരുടെ പൗരസ്ത്യ സുറിയാനിയിലെ വിശുദ്ധ കുർബാനക്രമം ഉപേക്ഷിക്കുകയും ചെയ്തു. എങ്കിലും നൊയമ്പിലെ പ്രാർത്ഥനകളിലും മറ്റു പല പ്രാർത്ഥനകളിലും പാട്ടുകളിലും എല്ലാം പൗരസ്ത്യ സുറിയാനിയിൽ ഉണ്ടായിരുന്നത് തന്നെ AD 825 ലഭിച്ച മിയാഫിസൈറ്റ് ഓർത്തഡോക്സ് വിശ്വാസത്തിന് ഉതകും വിധം പുനഃക്രമീകരിച്ച് ഭാരതീയ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് ഉപയോഗിച്ച് പോരുകയും ചെയ്തു. പിന്നീട് 2010 സഭയുടെ ബ്രഹ്മവാർ ഭദ്രാസനം വഴിയായി മാർ ആദായ്, മാർ മാരി എന്നിവരുടെ പൗരസ്ത്യ സുറിയാനി വിശുദ്ധ കുർബാനക്രമം വീണ്ടെടുത്ത് AD 825 തരിസായ്ക്കാരിൽ നിന്ന് ലഭിച്ച പുരാതന മിയാഫിസൈറ്റ് ഓർത്തഡോക്സ് വിശ്വാസത്തിന് ഉതകും വിധം ക്രമീകരിക്കുകയും ചെയ്തു.